ഉച്ചരിച്ചിരിപ്പൂ. എന്നാൽ തന്നെ ജന്മജന്മാന്തരാർജിതമായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലെ സംഹൃതങ്ങളായി ചമയം എന്ന നിശ്ചയം മാത്രമല്ലോ ആകുന്നത്. ആയതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി, അനിത്യങ്ങളായി, അല്പസുഖപ്രദങ്ങളായി, അവസാന വിരസങ്ങളായി, ദുഃഖമിശ്രിതങ്ങളായി, ദുരിതോദർക്കങ്ങളായിരിക്കുന്ന ഓരോരോ വിഷയാദികളിൽ പരിഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്തു പോകുകയല്ലോ ചെയ്യുന്നത്. അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം! മനുഷ്യജന്മം എളതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ ആയതൊക്കവെയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മം ലഭിക്കൂ. എന്നിരിക്കുന്ന ഈ ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച സമയത്തിങ്കൽ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് അവസരം കിട്ടുന്ന സമയത്തിങ്കൽ ഈശ്വരനെ സേവിച്ച് പാപനിവർത്തി വരുത്തി പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം. ആയതിന് വേണം എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വാസുദേവാൽ അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കണം, രക്ഷിക്കണം. ഭവാന്മാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവീകങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആ സകലം യഥാവലെ ദൂരത്തിങ്കലാക്കി കളഞ്ഞ് അർത്ഥ പുത്ര മിത്ര കളത്രാദികളിലെ സമ്പത്തുക്കളെ സമ്പാദിക്കണം എന്നതല്ലോ ഇവിടെ രക്ഷ ഇവിടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരെ ഇവിടെ നമ്മളുടെ രക്ഷാകർത്താവായിട്ട് കൽപ്പിച്ചു എന്നല്ലേ? വാസുദേവാ. എന്താ അങ്ങനെ ഇരിക്കണൊന്നും മനസ്സിലായില്ല അല്ലേ? അന്യ വയറിന്റെ മാത്രം അവസ്ഥയില്ല കേട്ടോ, എല്ലാവരുടെയും അവസ്ഥ. എന്തോ ഒരിട്ടം പറഞ്ഞു, ഒരു പേരും പറഞ്ഞു, വാസുദേവൻ. മനസ്സിലായി? മനസ്സിലായില്ല. മനസ്സിലാവണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് ശ്രദ്ധ ഉണ്ടായാൽ മതി, എന്നാൽ എല്ലാവരും മനസ്സിലാവും. അത്രയേ ഉള്ളൂ. ഒരു പേര് നിശ്ചയിച്ചു, എന്താ? വാസുദേവൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കട്ടെ. അന്വേഷിക്കേ, എവിടെ വാസുദേവൻ എന്ന് അന്വേഷിക്കേ, കാണാൻ കിട്ടാനില്ല. കാരണം അങ്ങനെ ഒരു പേര് ഇല്ലാണ്ടിരിക്കണു. അല്ല, സാധാരണഗതിയിൽ വാസുദേവനൊക്കെ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്ന പേരുകളാണ്. പണ്ടൊക്കെ ആളുകൾ നാമകരണം, എല്ലാത്തിനും സംസ്കാരമാണല്ലോ. എന്താ സംസ്കാരം? പലതരത്തിലുള്ള സംസ്കാരം. അതിലൊരു സംസ്കാരമാണ് പേരിടുക എന്നുള്ളത്. എല്ലാവരും പേരിടാനായിട്ട് പണ്ടൊക്കെ അനവധി എണ്ണം ഉണ്ടാവുമായിരുന്നു, അതില്ല. എന്താ, എങ്ങനെയെങ്കിലും ആറ്റിക്കുറിക്ക് ഒരെണ്ണം ഉണ്ടായാൽ ഭാഗ്യം, അങ്ങനെ ചെയ്യതാ. അപ്പം അതുകൊണ്ടെന്താ, അവകാശം തുല്യമായി. തുല്യാവകാശമാണല്ലോ സ്ത്രീ പുരുഷൻ, തുല്യ അവകാശമായി. അപ്പം അതുകൊണ്ട് അവിടെ അവകാശം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വേണം. അപ്പം പിന്നെ എന്താ ഉണ്ടാവുക? അവന് ഒരെണ്ണം ഉണ്ടായാൽ അതിൻ്റെ അവകാശം എല്ലാവർക്കും പോയി. അപ്പം എന്തായി? ആർക്കും ഇല്ലാത്തത് അവനവൻ്റെ ഇതിൽ വേണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാ. സ്വാഭാവികമായിട്ട് അവിടെ ഒന്നും ഇല്ലാത്തത് കേമായിട്ട്, സൃഷ്ടി കേമായിട്ട്. എന്നാൽ അതിനെയൊക്കെ സംരക്ഷിക്കണ്ടേ, വേണം, ഒക്കെ ആവശ്യമുണ്ട്. അപ്പം എന്താ, നാമകരണം വേണം. തിരിച്ചറിയണമല്ലോ. എന്തിനാ തിരിച്ചറിയണം? തിരിച്ചറിയാൻ വേണ്ടി മാത്രമായി എന്ത് നാമങ്ങളെന്ന് അർത്ഥം. അല്ലാതെ അതിനൊരു അർത്ഥം ഉണ്ടോന്നോ വ്യാപ്തി ഉണ്ടോന്നോ ഒന്നും ചിന്തയില്ലാണ്ടായി. അപ്പൊ എന്തായി? വാസുദേവനാ? അല്ല, ചോദിച്ചാൽ എന്താന്ന് ചെല്ലേണ്ടിയാകും. എന്താ, എന്റെ പേര് അങ്ങനെ ഇല്ല, അത്രയൊന്നും നീളല്ല, അക്ഷരം ഇല്ല. പിന്നെ എത്രയേ ഉള്ളൂ? അക്ഷരമാലയിൽ തപ്പുകയും ഏതാ അക്ഷരം വേണ്ടതെന്ന്. എന്താ വെച്ചാൽ അപ്പുറത്തുള്ളവർക്കൊക്കെ കയ്യിലോ. അപ്പം എന്നാ ഇവിടെ അവിടെ അവസാനം ഒരു പേരങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചു. എല്ലാവർക്കും സമ്മതമല്ലേ? ഞാൻ വിളിക്കാം. എന്താ അച്ഛന്റെ പേരെന്താ? കൃഷ്ണൻ. അമ്മയുടെയോ? മധുര മീനാക്ഷി. പക്ഷെ വിളിക്കുക മീനാക്ഷി എന്നാ. രണ്ടാളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ചേർത്ത് വിളിക്കട്ടെ. വിളിച്ചോളൂ. എന്നാ 3 പ്രാവശ്യം വിളിക്കുക. ചെവിയിൽ വിളിച്ചു. കൃമി കൃമി കൃമി. എത്രയോ വേണമെന്നുള്ളൂ. അച്ഛന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും കൂടി ചേർത്ത് ഉണ്ടാവണം. എന്താന്ന് നിശ്ചയില്ല. എന്താ അവസാനം എന്താ? കൃമി. ജനിക്കുമ്പോ തന്നെ പേര് കൃമിന്ന്. പിന്നെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാവും. അതന്നെ, ജനിക്കുമ്പോഴേ അങ്ങനെയാ. കൃമി എന്താ അവസ്ഥ? അതന്നെയാ, എവിടെ ചെന്നാലും നശിപ്പിക്കുക എന്നുള്ളതാ. അപ്പൊ അതുകൊണ്ട് ഒക്കെ നശിപ്പിക്കാനായിട്ട് ജനിക്കുന്ന ആളുകളായി മാറി.
അർത്ഥമില്ല, വ്യാപ്തിയില്ല. അവനവന്റെ പേരിൽ തന്നെ അഹങ്കരിക്കുന്ന ആളുകളുണ്ടായിരുന്നു, അഭിമാനിക്കുന്ന ആളുകളുണ്ടായിരുന്നു. എന്താ പേര്? യാതൊരു അർത്ഥമില്ല. പിന്നെയോ എല്ലാവരും രക്ഷകർത്താക്കളായി മാറി. പിന്നെ വേറൊരാള് നമ്മളെ രക്ഷിക്കാൻ വിടും. ആരോ വാസുദേവൻ എന്റെ പുത്രനെ രക്ഷിക്കാനോ? അങ്ങനെ പറ്റില്ല. ഞാൻ തന്നെ രക്ഷിച്ചോളാം. സാധിക്കും തോന്നുന്നു. അതിനെയൊക്കെ സൃഷ്ടിക്കാനല്ലാതെ ഇതിനൊക്കെ വേരാവണ്ണം സംരക്ഷിക്കാൻ സാധിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. സൃഷ്ടിക്കാൻ ചേനയോട് സാധിക്കും, പക്ഷെ അതിനെ സംരക്ഷിക്കാൻ ഇതൊക്കെ വലുതായി കേമായി വരും എന്ന് യാതൊരു വിധത്തിലും ഉറപ്പില്ല. ആ ഉറപ്പ് തരാനായിട്ട് ആർക്കാണോ പ്രാപ്തിയുള്ളത്, അങ്ങനെയുള്ള വാസുദേവൻ ആരാ? സാക്ഷാൽ ഈശ്വരൻ. അദ്ദേഹത്തിന് മാത്രമേ ഇത് നേരെയാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ബാക്കിയൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നടക്കണം, ഇതിങ്ങനെ ഉണ്ടാവണം, ഇതൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകണം എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു ചിന്തയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ശ്രമിച്ചാലും ഇത് നേരെയാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ടോ? എന്റെ സംശയമുണ്ടോ? ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അവിടെ പറഞ്ഞത്? എന്റെ മഹാ എന്തിനാണ് ഇത്ര വളരെ സംശയിക്കുന്നത്? സകല ലോകൈകനാഥനായി സച്ചിദാനന്ദ സ്വരൂപനായി സത്യഭാമാവല്ലഭനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണ സ്വാമി അദ്ദേഹം നമ്മളെ എല്ലാവരും രക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞതെങ്കിൽ ഒട്ടും സംശയം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞു കേട്ടത്. ആയതങ്ങനെ കേട്ട സമയത്തിങ്കൽ അവസ്ഥാഭേദം കൂടെ കുറഞ്ഞൊന്ന് പ്രകാശിച്ചിട്ടുണ്ട്. അവസ്ഥാഭേദം കൊണ്ട് ഉപാസനയ്ക്ക് ശക്തിയേറാനുണ്ടായിരുന്നു. ആയതുള്ളൂ ധർമ്മപുത്ര മഹാരാജാവ് ദുര്യോധനാദികൾ അർഹതപ്പെട്ടിരിക്കുന്നതായ അർദ്ധരാജ്യം സ്വാഭാവികമായ രീതിയിൽ തരില്ല എന്ന് നിശ്ചയിച്ചതിന്റെ പശ്ചാത്തലത്തിങ്കൽ യുദ്ധോത്സാഹികളായിട്ട് വർത്തിക്കുന്ന സമയത്തിങ്കൽ ആയുധങ്ങൾ സംഭരിക്കുക, രാജാക്കന്മാരെ ക്ഷണിക്കുക, ധനം സമാഹരിക്കുക എന്നുള്ളതായ യുദ്ധോത്സാഹത്തോടുകൂടി സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിങ്കൽ ഹസ്തിനാപുര രാജധാനിയെങ്കിൽ ഗുരുമഹാരാജാവായിരിക്കുന്ന ദുര്യോധനന്റെ അവസ്ഥ എന്തായി തീർന്നു എന്നാണെങ്കിൽ പാർത്ഥസ്യ വിജ്ഞായാചരൈഃ പ്രവൃത്തിം വിസൃജ്യ രാജന്യഗണായ ദൂതാൻ സ്വയം ദ്വാരവതിം അഗച്ഛൽ സുയോധന സോപി സുതോ മഘോനാ സുയോധനൻ എല്ലാവർക്കും നിശ്ചയിച്ചതുപോലെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കള് പാണ്ഡുവിന്റെ മക്കള് പാണ്ഡവന്മാര്, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മറ്റൊന്ന് മക്കള് കൗരവന്മാര് എല്ലാവർക്കും നിശ്ചയിച്ച കാര്യമാണ്. എന്താ? വളരെ പ്രസിദ്ധന്മാരാണ്. സഹോദരന്മാരുടെ മക്കളാണെങ്കിലും അവകാശത്തിന് വേണ്ടിയിട്ട് വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരർത്ഥം യുദ്ധം ചെയ്യാനായിട്ട് സന്നദ്ധന്മാരായിട്ട് ദുര്യോധനാദികളെ കപടദേവനത്തിങ്കൽ പാണ്ഡവന്മാരെ മുഴുവൻ പരാജിതന്മാരാക്കി 12 സംവത്സരം വനവാസം
1 സംവത്സരം അജ്ഞാതവാസം എന്ന് നിശ്ചയിച്ച് വനവാസകാലവും അജ്ഞാതവാസകാലവും എല്ലാം അവസാനിച്ചിട്ടും ദുര്യോധനൻ അർഹതപ്പെട്ടിരിക്കുന്നതായ അർദ്ധരാജ്യം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസമില്ല. ധർമ്മപുത്ര മഹാരാജാവ് അദ്ദേഹം മധ്യമ പാണ്ഡവനായി വില്ലാളി വീരനായിരിക്കുന്ന അർജുനനെ സമീപത്തേക്ക് വിളിച്ചു. നീ വരൂ, അവിടെ വരൂ, എന്താ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് വന്നോളൂ. എന്താ ജ്യേഷ്ഠൻ, എന്താ നീ ഇപ്പൊ കാര്യമൊക്കെ വരുന്നില്ല? എന്തായി, അനവധി കാലമായി ഇപ്പൊ കാട്ടില്, അത് കഴിഞ്ഞാൽ പിന്നെ ഒളിച്ചു താമസിക്കുക, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായില്ലേ? അപ്പൊ അതുകൊണ്ട് ദുര്യോധന ജ്യേഷ്ഠൻ നമുക്ക് അർഹതപ്പെട്ട രാജ്യത്തില്ല, അതുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വരും. ചില കാര്യങ്ങളൊക്കെ ധർമ്മം പുനഃസ്ഥാപിക്കണമെങ്കിൽ ചിലപ്പോൾ യുദ്ധം തന്നെ വേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് രാജാക്കന്മാരോടൊക്കെ ചെന്ന് പറയാല്ലേ, രാജാക്കന്മാരെ ഇങ്ങനെ ഞങ്ങള് അവകാശം വീണ്ടെടുക്കാനായിട്ടുള്ള യുദ്ധം ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടുകൊള്ളുന്നു, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, ഏത് വിധത്തിലാ നിങ്ങൾ സഹായിക്കാന്ന് എല്ലായിടത്തും പോയി ചോദിക്കുക. എന്നിട്ട് അവരുടെ സഹായം സ്വീകരിച്ച് വയ്ക്കുക. വേണോ വേണ്ടോ എന്നുള്ള പിന്നെ തീരുമാനിക്കുക, ആദ്യം തന്നെ സ്വീകരിക്കുക. ഇങ്ങനെ ആ ധർമ്മപുത്ര മഹാരാജാവ് അനുജനായിരിക്കുന്ന അർജുനനെ യുദ്ധത്തിന് ക്ഷണിക്കാനുള്ള യുദ്ധോത്സാഹിയായിട്ട് വർത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായ നിർദ്ദേശം കൊടുത്ത് പറഞ്ഞയച്ചു. അർജുനൻ രാജാക്കന്മാരെ പോയി കാണുന്നു, അതുപോലെ തന്നെ ധനം സമ്പാദിക്കണോ, ആയുധങ്ങൾ ശേഖരിക്കണമുള്ള പ്രവർത്തനമൊക്കെ തുടങ്ങി. ഈ സമയത്തിങ്കലാണ് ഗുരുമഹാരാജാവായിരിക്കുന്ന സുയോധന, ആ ദുര്യോധനന്റെ അവസ്ഥ എന്തായി തീർന്നു? എന്താ? പാർത്ഥസ്യ വിജ്ഞായ ചരയ്യ പ്രവൃത്തിം, പാർത്ഥന്റെ പ്രവൃത്തികളെ ചരന്മാർ മുഖാന്തരമായിട്ട് അറിഞ്ഞ സമയത്തിങ്കൽ ഭരണമൊക്കെ ഏകദേശം കയ്യിലായിട്ട് സുഖമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കേമായിട്ട് അവിടെ കുടിയുണ്ട്, അവിടുന്ന് ഒന്ന് മാറണം എന്ന് പറഞ്ഞാൽ മാറുമോ? മാറില്ല, ആ സിംഹാസനം എൻ്റെ തന്നെയാ, അവിടെ തന്നെയാ. അപ്പൊ അതുപോലെ ചില ആളുകൾ അവിടെ ഉണ്ട്, സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്ന ആൾക്കാരുണ്ട്, ഭരണാധിപന്മാരായിട്ടുള്ള ആളുകൾ. ഒന്ന് മാറാൻ പറഞ്ഞു നോക്കുക, എന്താ ഭരിച്ചിട്ട് അങ്ങോട്ട് സുഖമായി, അപ്പൊ പിന്നെ അവിടുന്ന് മാറുമോ? മാറില്ല. ഇനി ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, എന്താ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് സുഖമായി, പിന്നെ ഞാൻ മാറില്ല. അപ്പൊ അതുകൊണ്ട് എവിടെയാണോ ഭരിക്കാനായിക്കൊണ്ട് കേറിയിരിക്കണത് അതിന് സുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുക്കണമെന്ന് തോന്നില്ല. ദുര്യോധനന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്താ, ഭരണമൊക്കെ തന്റെ കൈക്കലാക്കിയിട്ട് അവകാശമൊന്നും കൊടുക്കാതെ കണ്ട് അവിടെ തന്നെ ആക്കി കേമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാണ്ഡവന്മാർ ഇനി അവകാശം ചോദിച്ചു വന്നാൽ അത് കൊടുക്കേണ്ടി വരുമല്ലോ. അവകാശമാണെന്നാലും കൊടുക്കാൻ ഭാവില്ല എന്നർത്ഥം. നമ്മുടെ ഇടയിലുണ്ട് സുയോധനന്മാരെന്നർത്ഥം, കൊടുക്കില്ല, എന്ത് പറഞ്ഞാലും കൊടുക്കില്ല. തന്നെ എന്താ അവകാശം തന്നെ നമ്മുടെ അവസ്ഥ തന്നെയാ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ഇവര് തിരിച്ചു വന്നാലല്ലേ, ഒരു വ്യവസ്ഥയൊക്കെ നിശ്ചയിച്ചിട്ട് 12 സംവത്സരം വനവാസവും 1 സംവത്സരം അജ്ഞാതവാസവും ഒക്കെ ആരും അറിയാതെ കൊണ്ട് താമസിക്കാനൊക്കെ വേണ്ടി വ്യവസ്ഥയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോ അവരുടെ പ്രവൃത്തി എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ചാരപുരുഷന്മാരെ, ചാരന്മാര് എല്ലാവർക്കും അറിയണതാ ചാരന്മാര് ഇല്ലേ, ഒരു രാജ്യത്തുള്ള വിവരങ്ങള് അപ്പുറത്ത് പോയിട്ട് മനസ്സിലാക്കി കൊണ്ടുവന്ന് അവരുടെ രാജ്യത്തിലേക്ക് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പൊ അതുപോലെ ദുര്യോധനന്റെ ആളുകളുണ്ട്. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഏതാ ചാരൻ ഏതാ നല്ലതെന്ന് അറിയില്ല കേട്ടോ. അനവധി എണ്ണം വന്ന് കൂടിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വല്ല സ്ഫോടനം എന്തൊക്കെ ഉണ്ടാവും അറിയില്ല. അപ്പൊ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റിയ കേമായിട്ട് വന്ന് നേരേക്ക് തരാന്നാ മനസ്സിൻ്റെ ഉള്ളിലേ. അപ്പോ പുറത്തൊക്കെയോ ഗംഭീരമായിട്ട് നടക്കണ്ടെന്ന് വിചാരം. അപ്പൊ അങ്ങനെയുള്ളതായ ചാരന്മാരെ അന്വേഷിച്ചു നടന്നപ്പോഴാണ് ദുര്യോധനന് മനസ്സിലായത്, ആ ചാരന്മാരെ മുഖാന്തരം മനസ്സിലായി പാണ്ഡവന്മാര് യുദ്ധോത്സാഹികളായിട്ട് വർദ്ധിക്കുന്നു. ചാരന്മാര് വന്ന് ദുര്യോധന്റെ അടുത്ത് എന്താണ് ആ വർത്തമാനങ്ങള്, പാണ്ഡവന്മാരൊക്കെ അല്ലേ, മഹാരാജാവ് ദുര്യോധനൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താ ഈ സിംഹാസനം അധികം താമസമില്ലാണ്ട് നഷ്ടപ്പെടുന്നതോടെ, കാരണം പാണ്ഡവന്മാര് രാജാക്കന്മാരെയൊക്കെ ക്ഷണിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ആയുധങ്ങളൊക്കെ സംഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ധനം ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അങ്ങനെ യുദ്ധോത്സാഹികളായിട്ട് വർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താങ്കൾ കേട്ടില്ലേ? എന്താ? അപ്പൊ അവര് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചോ?
അല്ലെങ്കിൽ 5 തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി ബാക്കിയുള്ളവരെയും കൂടി അവരുടെ സഹായത്തിന് കൂടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ അങ്ങനെ ചരന്മാർ മുഖാന്തരമായിട്ട് ആ പാണ്ഡവന്മാര് ചെയ്യുന്നതായ പ്രവൃത്തിയെ അറിഞ്ഞ സമയത്തിങ്കൽ എന്താ വേണ്ടത് പരിഭ്രമായി. അല്ലെങ്കിലും ഭരണകർത്താക്കളല്ല ഭരിക്കുന്നത്, ഉപദേശകന്മാര് വേറെയുണ്ട്. ഇവിടെ ദുര്യോധനനെ സിംഹാസനത്തിന്റെ മുകളിൽ കയറ്റിയിരുത്തിയത് വേറെ ആരുമല്ല, അമ്മാവൻ തന്നെയാണ്. കുട്ടിലമായിരിക്കുന്ന ബുദ്ധിയോട് കൂടിയിട്ടുള്ള ആള് ശകുനി തന്നെയാണ്. അപ്പൊ എന്നെ ഇവിടെ കയറ്റിയിരുത്തിയത് അദ്ദേഹം അല്ലേ, എന്നാ പോയി ചോദിക്കുക വിചാരിച്ചു വേഗം അമ്മാവന്റെ അടുത്ത്. അമ്മാവാ, ആരാ അത് കരയണത്? ഞാനാ ഒരു വലിയ മഹാരാജ്യത്തിന്റെ മുഴുവൻ ഭരണാധിപതിയായിരിക്കുന്ന അങ്ങനെ നിലവിളിക്ക്. എന്താ ഉണ്ണി, എന്താ കാര്യം? അമ്മാവ് ആകപ്പാടെ കൂടി പരികരായി തോന്നുന്നുണ്ട്. എന്താ ഇതൊക്കെ നഷ്ടപ്പെടും, സിംഹാസനമൊക്കെ പൂന്നാ തോന്നണത്. എന്താ ഇപ്പൊ സിംഹാസനത്തിന് പറ്റിയത്? അറിഞ്ഞില്ലേ, പാണ്ഡവന്മാര് ആ രാജാക്കന്മാരെയൊക്കെ ക്ഷണിക്കണു, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതായ വട്ടം കൂട്ടുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നഷ്ടം ഇതിനെയാണല്ലോ ഞാൻ സിംഹാസനത്തിന്റെ മുകളിൽ കയറ്റി ഇതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഭരിച്ചാൽ മതിയായിരുന്നു. വേഗം ആ ദുര്യോധനന്റെ വാക്ക് കേട്ട ശകുനി വേഗം ഉപദേശിച്ചു. നീ ഇതെന്താ ആലോചിക്കാനുള്ളത്? നമ്മളും അതുപോലെ തന്നെ ചെയ്യാ. രാജാക്കന്മാരെ ക്ഷണിക്കായിട്ട് ഇവിടുന്ന് ഇഷ്ടം പോലെ ദൂതന്മാരെ 4 ഭാഗത്തേക്കും പറഞ്ഞയക്കുക. അവര് തേരിന്റെ മുകളിലാ പോവുക, അല്ലേ? വലിയ വാഹനത്തിന്റെ മുകളിൽ പോയിട്ടാ ക്ഷണിക്കാൻ പോണത്. അർജുനോ നടന്നിട്ടാ. അപ്പോ അതിനേക്കാൾ വേഗത്തില് നമുക്ക് രാജാക്കന്മാരെ സംഘടിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പക്ഷത്തിൽ വരുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ കൂടെ വരും, പാണ്ഡവന്മാരുടെ പക്ഷത്താണെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് യുദ്ധത്തിന് അവര് വട്ടം കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പുറപ്പെടുക തന്നെ. അങ്ങനെ കേട്ടപ്പോ പുറപ്പെടാം. എവിടേക്കാ? ഏത് രാജ്യത്തേക്കാ? എവിടേക്കാച്ചാ പുറപ്പെടാം? ഏത് രാജ്യത്തേക്ക്? ഒക്കെ ഇപ്പൊ വേറെ രാജ്യത്തേക്ക് പോകാൻ തുടങ്ങിയിരിക്കണം. ഇവിടെ ഒന്നും നേരെയില്ല എന്നുള്ളതുകൊണ്ട് എവിടെയാ വേണ്ടതെന്ന് ആലോചിക്കുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഉത്സാഹമായിട്ട് പുറപ്പെട്ടു. അതെ, ചാരന്മാരല്ല ദൂതന്മാരെ എന്നിട്ട് വരിക. വിസൃജ്യ രാജന്യഗണായ ദൂതൻ, രാജന്യഗണത്തിനായിക്കൊണ്ട് ദൂതന്മാരെ 4 ഭാഗത്തേക്കും വിസർജിച്ചു. പോവാം, ഓരോരുത്തരായിട്ട് എണിച്ച് പുറപ്പെടാം. എവിടേക്കാ നിയോഗിച്ചാൽ അവിടേക്കൊക്കെ പോവാം. ഓരോരുത്തരായിട്ട് ഉത്സാഹിച്ച് എണീക്കാൻ എണീക്കാം. ഓരോരുത്തരായിട്ട് ആരെങ്കിലും എണീക്കാൻ നോക്കിയിരിക്കുക ചില ആളുകൾ എണീക്കാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, ഇവിടുന്ന് നീച്ചിട്ട് വേണം ബാക്കിയുള്ളതെന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാ. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ദുര്യോധനന്റെ ദൂതന്മാരെ വിട്ടു. അവര് പോയി രാജ്യങ്ങളോ അവിടെ പോയ രാജാവിന്റെ ദുര്യോധനന്റെ ദൂതന്മാരാണ്, യുദ്ധമുണ്ട്, സഹായിക്കോ? ഇല്ല, പാണ്ഡവന്മാരെയാ. എന്നാ ശരി, പോവാം. എവിടുന്ന് പോകുന്നു? ഞങ്ങള് വരാം. ഇങ്ങനെ വരുന്നവരുണ്ട്, തിരസ്കരിച്ചവരുണ്ട്. ഇതൊക്കെ ആ ദുര്യോധനന്റെ സമീപത്തേക്ക് വന്ന് അവര് ഓരോ ദിവസവും അറിയിക്കും. എന്തൊക്കെയായി പോയിട്ട്? ഏത് ഭാഗത്തേക്കാ? തെക്കു ഭാഗത്തേക്കല്ലേ? അതെ. അവിടെ പോയിട്ട് എന്തായി? രാജാക്കന്മാരെ കേട്ടോ. ആരൊക്കെ വരും? നിന്നെ ആളുകളൊക്കെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരുടെ സൈന്യങ്ങളെ പറഞ്ഞേക്കാം, ചിലർ ധനം തരാം. മതി. വേറെ ചിലർ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സാരില്ല, പോട്ടെ, സാരില്ല. അപ്പൊ ഇങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസവും ആ ദൂതന്മാര് വന്ന് ദുര്യോധനോട് ഇങ്ങനെ പറയും. പറഞ്ഞ സമയത്തെങ്കിൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഏകദേശമൊക്കെ ആയില്ലേ? എല്ലാരെയും ക്ഷണിച്ചില്ലേ? വേഗം അമ്മാവന്റെ അടുത്തു. ഏൽപ്പിച്ചത് അമ്മാവനാണല്ലോ. അപ്പൊ അവനോട് അതിന്റെ കാര്യങ്ങൾ പറയണല്ലേ അമ്മാവനോട്. പോയി അവിടെ തന്ന അമ്മാവാ, അന്ന് കരച്ചിലൊന്നും ഇല്ലല്ലേ? എന്തേ? ഒന്നുമില്ല, കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് നടക്കണ്ട, അതുകൊണ്ട് പിന്നെ കരയേണ്ട കാര്യമില്ലല്ലോ. എന്താ? യുദ്ധത്തിന് നമ്മളോട് വരാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സംബന്ധിച്ച് വരാന്ന് കുറെ ആൾക്കാരെ ഏറ്റിട്ടുണ്ട്. ചില ആൾക്കാരെ ആയുധങ്ങള്, ചിലര് സൈന്യങ്ങള്, ധനം ഇതൊക്കെ തന്ന് ഏകദേശമൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. നന്നായി. എല്ലാരും അയ്യോ എല്ലാരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉണ്ണി, ദ്വാരകയിലേക്ക് ആരെങ്കിലും പറഞ്ഞു വയ്ക്കണ്ടോ? എവിടേക്ക്? ദ്വാരകയിലേക്ക് കൃഷ്ണനെ ക്ഷണിക്കാനായിട്ട് ആരെങ്കിലും വിട്ടുകൊണ്ടോ? കൃഷ്ണനെ ക്ഷണിക്കാനേ ആരെങ്കിലും വിട്ടുണ്ടോ? കൃഷ്ണനെ ക്ഷണിക്കേ? അമ്മാവൻ ആകപ്പാട് കൂടി തലയ്ക്ക് സുഖല്യുണ്ടായി തോന്നുന്നുണ്ടോ? പാണ്ഡവപക്ഷപാതിയായിരിക്കുന്ന ആ കൃഷ്ണനെ ക്ഷണിക്കാൻ ഞാൻ ഇവിടുന്ന് പോവേ? അത് നടക്കില്ല.
ഒന്നാമത് നമ്മൾ ക്ഷണിച്ചാൽ തന്നെ അദ്ദേഹം വരാൻ പോണില്ല. പാണ്ഡവന്മാരുടെ കൂടെ നിൽക്കുന്ന ആളാ കൃഷ്ണൻ. പിന്നെയോ രണ്ടാമത് എനിക്ക് അവരെ നേരെ പിടിക്കേണ്ടിയില്ല, അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചില്ല. ഉണ്ണി കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരാണോ അദ്ദേഹത്തിനെ സേവിക്കുന്നത് അദ്ദേഹം അവരുടെ കൂടെ നിൽക്കുന്ന ആളാ. ഉണ്ണിക്ക് അദ്ദേഹത്തിനെ വെറുപ്പായത് കൊണ്ട് പൂജിക്കാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ ഇല്ല. പാണ്ഡവന്മാർക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ മാത്രം മതി, അതുകൊണ്ട് അദ്ദേഹം അവരുടെ കൂടെ നിൽക്കുന്നു. ആരാണോ പൂജിക്കുന്നത് അവരുടെ കൂടെ അദ്ദേഹം ഉണ്ടാവുള്ളൂ, അല്ലാതെ കണ്ട് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് യുദ്ധത്തിന്റെ ശാസ്ത്രമനുസരിച്ച് ആരാണോ ആദ്യം പോയി ക്ഷണിക്കണത് അവരിഷ്ടമുണ്ടോ ഇഷ്ടമില്ല എന്നുള്ളതൊന്നും ചിന്തയില്ല, അവരുടെ കൂടെ പൊക്കോളണം. അതാണ് യുദ്ധത്തിന്റെ നിയമം. എന്താ പിന്നൊരു കാര്യം എന്നാണെങ്കിൽ പാണ്ഡവന്മാരുടെ പക്ഷപാതിയാണ് കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് അർജുനൻ ശ്രീകൃഷ്ണനെ ക്ഷണിക്കാൻ പുറപ്പെടില്ല. അപ്പോഴോ ഉണ്ണി പോയി ക്ഷണിക്കുകയും ചെയ്യുക. എന്താ ഉണ്ടാവുക വെച്ചാൽ കൃഷ്ണൻ ഇങ്ങോട്ട് പോരേണ്ടി വരും. ഇനി ഭഗവാൻ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ പാണ്ഡവന്മാര് യുദ്ധത്തിനും പുറപ്പെടില്ല. കാരണം എന്താ, ആ കൃഷ്ണനാണ് അവരുടെ ശക്തി. അദ്ദേഹത്തിന്റെ യുക്തിയും അവരോടുള്ള ആ ഭക്തിയും കൊണ്ടാണ് ഇതൊക്കെ നടന്നു പോണത്. അതുകൊണ്ട് വേഗം ഇവിടുന്ന് ഉണ്ണി തന്നെ നേരിട്ട് പോയി ആ കൃഷ്ണനെ കയ്യോടെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ രാജധാനിയിൽ താമസിപ്പിക്കുക, യുദ്ധം കഴിയോളം. എന്നാ പിന്നെ യുദ്ധവും വേണ്ട, ഒന്നും വേണ്ട. ഇതാ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കേട്ടപ്പോ അമ്മാവന്റെ തല വെറുതെ അല്ലേ അങ്ങനെ കഴിവെഴുന്നായതല്ലേ ഇത്രയൊക്കെ നിറച്ചു വെച്ചിരിക്കുക അതിൻ്റെ ഉള്ളില്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ യുദ്ധം ഇല്ലാണ്ടേവോ ഞാൻ കൃഷ്ണനെ ക്ഷണിക്കാൻ പുറപ്പെടും. എനിക്ക് ഇഷ്ടമൊന്നുമില്ലെങ്കിൽ ഞാൻ പുറപ്പെട്ടളയാന്ന് വിചാരിച്ചുകൊണ്ട് ആ ദുര്യോധനൻ അമ്മാവനായിരിക്കുന്ന ശകുനിയുടെ വാക്ക് ഹേതുവായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ ക്ഷണിക്കാനായിക്കൊണ്ട് ദ്വാരക രാജധാനിയിലേക്ക് അവിടുന്ന് പുറപ്പെട്ടു. പുറപ്പെടുമ്പോ വെറുതെ പുറപ്പെടില്ല. എന്തായത് ആണെങ്കിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്നെ വലിയ പുച്ഛാൻ കൃഷ്ണന്, എനിക്ക് അങ്ങോട്ടും അങ്ങനെ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രൗഢി എന്താണെന്നുള്ളത് ആ കൃഷ്ണനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആരെ കാണിക്കാൻ പോണത്? ഭഗവാനെ. ഇത് മുഴുവൻ തന്ന ആളെ കാണിക്കാൻ പോണത് ഇല്ലേ? അപ്പൊ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ആ സ്വഭാവം. ഭഗവാനെ കാണാൻ വരിക, അതെയോ? പുറപ്പെടണ്ടേ? വേണം. ഗംഭീരായിട്ട് പുറപ്പെട്ടു വന്നിട്ട് കണ്ടില്ലേ? എന്താ ഭഗവാനെ കാണാൻ വന്നതാ. സർവാഭരണങ്ങളൊക്കെ ചേർന്ന് വലിയ വാഹനത്തിന് മുകളിൽ വന്ന് ഇറങ്ങി കൃഷ്ണ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇങ്ങനെ ആവില്ല എന്നർത്ഥം. ഇതെന്നെ കണ്ടുല്ലേ? ഇതൊക്കെ ആരാ തന്നത്? അദ്ദേഹത്തിനെ കാണാനായി കേമായിട്ട് ഇറങ്ങി പുറപ്പെടുള്ളത്. നമ്മളെന്താകും, നമ്മുടെ അവസ്ഥ എന്താകും, എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെയായി തീരാന്ന് പറയുന്നതായ ആ ചരാചര സ്വരൂപിയായിരിക്കുന്ന ഈശ്വരനെ കാണാനാണ് കേമായിട്ട് അലങ്കരിച്ച് പുറപ്പെടാമെന്ന് ദുര്യോധനൻ നിരീക്ഷിച്ചതെന്ന് അർത്ഥം. അങ്ങനെ ചതുരക്കടയായിരിക്കുന്ന സൈന്യം ആനപ്പുറത്ത് കയറി സർവാഭരണ വിഭൂഷിതനായിട്ട് വലിയ വിജാളിപ്പെട്ടുമൊക്കെ ധരിച്ച് വാദ്യങ്ങളൊക്കെ തുടങ്ങാം. കൊട്ടിയാർത്ത് ആഘോഷം വേണം. ദ്വാരകയിലേക്ക് യുദ്ധം ഉണ്ടാവില്ല എന്നുള്ളതായത് ഭക്തി കൊണ്ടല്ലാണ്ടോ പോയവനെന്താ യുദ്ധം ഉണ്ടാവില്ല, നാശം ഉണ്ടാവില്ല, എനിക്കുള്ള സമ്പത്തൊക്കെ ഇവിടെ തന്നെ നിൽക്കും എന്നുള്ളതായ ചിന്തയോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ ക്ഷണിക്കാനായിക്കൊണ്ട് ആ ദുര്യോധനൻ ചതുരങ്കടയായിരിക്കുന്ന സൈന്യത്തോടൊക്കെ പാടെ കൂടിയിട്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്തോ മഖവാവിന്റെ പുത്രനായിരിക്കുന്ന അർജുനൻ, ഇന്ദ്രപുത്രനായിരിക്കുന്ന അർജുനനും ദ്വാരവതിം അഗച്ഛൽ, ആ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ദുര്യോധനന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അർജുനന്റെ അവസ്ഥയും. രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു എന്നൊക്കെ കഴിഞ്ഞ് ജ്യേഷ്ഠന്റെ അടുത്ത് ധർമ്മപുത്ര മഹാരാജാവ് വിജയിക്കണേ, നീ വരൂ. എന്തായി കാര്യങ്ങളൊക്കെ? എന്തായി? ജ്യേഷ്ഠൻ അനവധി രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു കേട്ടോ. നാലൊരു കാര്യമുണ്ട്. ആരൊക്കെ വരാന്ന് പറഞ്ഞിട്ട്? പലരും വരാന്ന് പറഞ്ഞിട്ട്. ആയുധങ്ങള് ഒക്കെ ശേഖരിച്ചിട്ടുണ്ട്.
ഞാനൊരു സംശയം ചോദിക്കണം എന്നില്ല, ഉണ്ണി ചെയ്യും, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഭഗവാനെ ക്ഷണിക്കാൻ പോയിണ്ടോലേ? ആദ്യം അവിടെ അല്ലേ പോയത്? ആരെ? ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയെ ക്ഷണിച്ചോ എന്നാണ് എന്റെ ചോദ്യം. ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ക്ഷണിച്ചോ? ജ്യേഷ്ഠൻ ഞാൻ ക്ഷണിക്കേണ്ടായില്ല. അദ്ദേഹം പറഞ്ഞിട്ടല്ലേ നമ്മളതൊക്കെ ചെയ്യണത്, പിന്നെ എന്തിനാ ഇനി വേറെ? അവനവൻ്റെ അവിടെ ഒരു വിശേഷം ഉണ്ടാവുകയാണെങ്കിൽ, മകളുടെ കല്യാണമാണെങ്കിൽ അച്ഛനെ ക്ഷണിക്കേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് അച്ഛനോട് പറഞ്ഞില്ല, അങ്ങനെയല്ലേ? ചിലതൊക്കെ വേണ്ടി വരും കേട്ടോ. എന്താ വെച്ചാൽ ഇതൊന്നും രമ്യതയില്ലാത്തതൊക്കെ അച്ഛന് വേറെ അമ്മ വേറെ ഒക്കെ ക്ഷണിക്കേണ്ടി വരും, അത് വേറെ. പക്ഷെ എന്നാലും അവനവന്റെ ഭവനത്തിലെ അവനവൻ്റെതായുള്ള ആളുകളുടെ എന്തെങ്കിലും ഒരു കാര്യം വരണ സമയത്ത് പ്രത്യേകം പറയാറുണ്ടോ ജ്യേഷ്ഠൻ? അദ്ദേഹം പറഞ്ഞിട്ടല്ലേ നമ്മളിതൊക്കെ തുടങ്ങിയത്. അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഉണ്ണി, ഇതൊരു മറവിയായി പോയതേ ഞാൻ പറയുള്ളൂ. ഒരു അപരാധമാണ്, ക്ഷമിക്കാൻ പറ്റാത്ത അപരാധം ഉണ്ണി ചെയ്തത്. കാരണം എന്താ? ആദ്യം പോയി ക്ഷണിക്കേണ്ടത് ആരെയായിരുന്നു? അദ്ദേഹത്തിനെയാണ്. എന്ത് നമുക്കുണ്ടായാലും എന്തൊക്കെയായാലും അതൊക്കെ മറ്റുള്ളവരോടുകൂടി സന്തോഷം പങ്കിടുന്നതിന് മുമ്പ് ആദ്യം അത് തന്നിട്ടുള്ളതായ ആ ഈശ്വരന്റെ ആ മുന്നിൽ വന്ന്, ഭഗവാനെ ഞാൻ അങ്ങേക്കൊന്നും തരാതെ തന്നെ എനിക്ക് ഇത്രയൊക്കെ എന്റെ കാര്യങ്ങൾ ചെയ്തതില്ലേ, അങ്ങനെ വളരെ സന്തോഷമായി എന്നുള്ളതായ ആ ഒരു വാക്ക് എല്ലാവരും വേണ്ടതാണ്. പക്ഷെ നേരെ തിരിച്ചാമർത്താന്ന് പറഞ്ഞാ ഒന്നുമില്ല, എല്ലാം ഉണ്ടാകുമ്പോ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയില്ല. ഒന്നുമില്ലാണ്ട് എവിടോ ഓടി വരിക, ഈ കമന്നിട്ടോ മലന്നിട്ടോ എങ്ങനെ വേണമെങ്കിൽ വീഴാം, ഉരുളാം, എന്ത് വേണമെങ്കിൽ ചെയ്യും. കാരണം എന്താ? കാര്യം നടക്കണല്ലോ. അപ്പൊ ഇതുകൊണ്ട് ആ അർജുനൻ വിചാരിച്ചു, ഞാൻ ഉണ്ണി ആദ്യം പോയി ക്ഷണിക്കേണ്ടത് അദ്ദേഹത്തിനെ ആയിരുന്നു, എന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട്. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളവരെയൊക്കെ ക്ഷണിക്കാനായിട്ട് പുറപ്പെട്ടു. ജ്യേഷ്ഠൻ അതിന് അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയോട് അദ്ദേഹത്തിനെ സേവിക്കണോണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ യുദ്ധത്തിന്റെ നീതി ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നീ വളരെ യുദ്ധ നിപുണനായിട്ടുള്ള ആളല്ലേ, പിന്നെ നിന്നെ യുദ്ധത്തിന്റെ നീതി പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? അതിന്റെ കാര്യമില്ല. അതുകൊണ്ട് വേഗം പോയിട്ട് ഭഗവാനെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരിക. കാരണം എന്താ? യുദ്ധത്തിന്റെ നിയമം അനുസരിച്ച് ആരാണോ ആദ്യം കൂട്ടി വന്ന് ക്ഷണിക്കുന്നത് അവരുടെ കൂടെ പോണമെന്നല്ലേ. പിന്നെ എങ്ങനെയാണ് ആ ശകുനിയുടെ നിയോഗപ്രകാരം ദുര്യോധനൻ പോയിട്ട് ഭഗവാനെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയാൽ പിന്നെ നമ്മളെന്തിനാ യുദ്ധം ചെയ്യണത്? എന്താ കാര്യം? അതുകൊണ്ട് വേഗം പോയിട്ട് ഭഗവാനെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവരൂ. പൊക്കോളൂ. ഓടി അവിടുന്ന്. ആ അർജുനൻ എങ്ങനെയാ പോയതെന്ന് വെച്ചാൽ, ആ ചതുരംഗടയായ സൈന്യോ വാഹനോ ഒന്നുമില്ല, ഓടി ഭഗവാനേ മുകുന്ദാ സച്ചിദാനന്ദ ഈശ്വര, ഞാൻ ഇത്ര മഹാഭാവിയായില്ലോ, അങ്ങേ ക്ഷണിക്കാതെ കണ്ട് മറ്റുള്ളതായ ഭൗതികമായ നശിച്ചു പോകുന്നതായ ആളുകളെ മുഴുവൻ ക്ഷണിക്കാനായിട്ട് നടന്നില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ദ്വാരവതിം അകച്ചൽ ഓടി അങ്ങനെ പോയി ആ ദ്വാരകയിലേക്ക്. ഒരാൾ ആനപ്പുറത്തൊക്കെ കയറിയിട്ട് വേഗത്തിൽ തേരിന്റെ മുകളിലൊക്കെ കയറി പോണ ആൾക്കാരാണോ ആദ്യം നടന്നു പോണാണോ ആദ്യം? ഭഗവാന്റെ അടുത്ത് ആദ്യം എത്തിയത് ആ ദുര്യോധനൻ തന്നെയാണ്. തദനുതസ്മിൻ ദ്വാരഭുവി നിവേശിതബലേ ദൂരാപസൃത പൗരജന കോരകിതകരാലവൃന്ദദുരിതോ ഭയപാർശ്വേണ മാർഗേണ സമനീത്യ സപ്തഗച്ഛാന്തരാണി പ്രകടിതകപടസ്വാമസ്യ കുഹനാമാനുഷസ്യ ഭഗവതോ വാസുദേവസ്യ വാസഭവനം പ്രവിശ്യ തത്ര ച ശിരോഭാഗവിന്യസ്ത മഹിതമണിമയ ഭദ്രാസനമധ്യം അധ്യാസീനേ മാനധനേ സുയോധനേ ധനഞ്ജയോപി നിഭൃതമുപഗമ്യ കൃതാഞ്ജലിസ്തസ്യ വൈകുണ്ഠസ്യ ചരണോപകണ്ഠേ കുണ്ഠേധരധിയാം വരിഷ്ഠതിഷ്ഠന്നേവ പ്രഭോ പ്രബോധസമയം പ്രതിപാലയാമാസ.